എന്തൊക്കെയാ ഫാദർ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനുഷ്യന് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ജെസ്സി ഈ ലോകത്ത്. കാപ്പി കുടിക്കും. അമ്മയ്ക്ക് ശരിക്കും എന്താ പ്രശ്നം? ഫാദർ എന്തിനാ അവളെ ഫോളോ ചെയ്തത്? പ്രേതം, ആത്മാവ്, സ്പിരിറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോളൂ. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു എനർജിയാണ്. ശരീരം വിട്ട് പുറത്തു വന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ത്രാണിയില്ലാത്ത ഒരു ലോ ഫ്രീക്വൻസി എനർജി. പക്ഷേ അമ്മയുടെ ശരീരവും മനസ്സും ആ എനർജിയുടെ കൺട്രോളിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ചോദ്യം എന്നോടാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് മറുപടി. ഇഫ് യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ശാസ്ത്രത്തിൻ്റെ ഏത് തിയറിയിലും അതിനെ മറികടന്ന് പോകുന്ന ഒരു ഡാർക്ക് സോൺ ഉണ്ടെന്ന് പറയാറുണ്ട്. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ അപ്പോസ്തലൻ വന്ന നാടാണ്. ഐ വോണ്ട് ബ്ലെയിം യു. അമ്മയുടെ ശരീരത്തിൽ അങ്ങനെ ഒരു എനർജി ഉണ്ടെന്ന് ഫാദറിന് എങ്ങനെ മനസ്സിലായി? ഐ കുഡ് സെൻസ് ഇറ്റ്. ഞങ്ങളുടെ കേസ് അന്വേഷണത്തിനിടയ്ക്കാണ് ഞാനത് ഉറപ്പിച്ചത്. സാക്ഷിയായ അമ്മയെ കൊല്ലാൻ പലതവണ അവർ ശ്രമിച്ചിട്ടും അത്ഭുതകരമായിട്ട് അവൾ രക്ഷപ്പെട്ടു. സംതിങ് ഇൻവിസിബിൾ വാസ് പ്രൊട്ടക്റ്റിംഗ് ഹെർ. അതായിരുന്നു ഈ അന്വേഷണത്തിലേക്കുള്ള ട്രിഗർ. അത് ഞാൻ കൺഫേം ചെയ്തത് അത് ആ സ്കൂളിൽ വെച്ചാണ്. ആരാ? അമ്മയോടല്ല ഞാൻ ചോദിച്ചത്. അമ്മയുടെ ശരീരത്തിലൂടെ നീ ആരാ? മരിച്ചിട്ട് ഇവിടെ തന്നെ തുടരുന്ന ഈ എനർജിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം, ഒരു ശരീരം. എല്ലാ ശരീരത്തിലേക്കും പ്രവേശിക്കാൻ ഈ എനർജിക്ക് സാധിക്കില്ല. മാനസികമായി അത്ര കരുത്തില്ലാത്ത, മെൻ്റലി വീക്കായിട്ടുള്ള ഏതെങ്കിലും ശരീരത്തിൽ മാത്രമേ ഈ എനർജിക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അമേയ അത്തരത്തിലുള്ളൊരു കുട്ടിയായിരുന്നു. നമ്മളറിയാത്ത എന്തോ ഒന്ന് അമേയുടെ ജന്മത്തിലുണ്ട്. ആരായിരിക്കും അമ്മയുടെ ഉള്ളിൽ? എലിസബത്ത്. അവരുടെ അപമൃത്യുവിന് സാക്ഷിയാണ് അമേയ. പറയാനോ പ്രവർത്തിക്കാനോ ബാക്കി വെച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എലിസബത്തിൻ്റെ ജീവിതത്തിൽ. ഇനിയിപ്പോ എന്താണ് ഫാദർ ഒരു സൊല്യൂഷൻ? Exorcism. Let us throw some light in the darkness.